സർഫേസിൽ കൊടുത്തായി ഈ പറയുന്ന അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആൾ എടുത്തണിയുന്ന വേഷം മതത്തിന്റെ വേഷമാണ്. അയാളുടെ ഈ പറയുന്ന യൂട്യൂബിൽ ഇയാൾക്ക് 10-45,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അല്ലാതെയും ഇയാൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാവുമല്ലോ. ആ ഫോളോവേഴ്സിനോട് ഇയാൾ പറയുന്ന അങ്ങേയറ്റം അബദ്ധജടിലമായ ഇത്തരം കാര്യങ്ങളായിരിക്കുമല്ലോ ശ്രീ നാസർ ഫൈസി കൂടത്തായി. ഈ പല മതസൂക്തങ്ങൾ, പല ഖുർആൻ സൂക്തങ്ങൾ, പല വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മൾ ആശുപത്രിയിൽ പോകുന്നത് തെറ്റാണ്, പടച്ചവന്റെ വിധി നേരിട്ട് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നൊക്കെ പറഞ്ഞ് ട്രാപ്പിലാക്കാൻ നടക്കുന്ന ചില മതപ്രഭാഷകരുണ്ട് ശ്രീ നാസർ ഫൈസി കൂടത്തായി. അവരെ തടയേണ്ട ഉത്തരവാദിത്വം മത നേതൃത്വത്തിന് തന്നെയാണ്. അല്ല, ഇവിടുത്തെ നിയമങ്ങൾ ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ പഴുത് നൽകുന്ന കാലത്തോളം മത പണ്ഡിത സംഘടനകൾ അതിൽ പഴിചാരപ്പെടേണ്ടതില്ല. വേഷം ആർക്കും ധരിക്കാം. പണ്ഡിത വേഷധാരികൾ എന്ന പ്രയോഗം തന്നെ അതിന് അനുയോജ്യമായൊരു ഘടകമാണ്. അതുകൊണ്ട് ഇത്തരം പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ ഇത്തരം വേഷങ്ങൾ ധരിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമ്പോൾ അത് തെറ്റാണ്, അതുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയുക മാത്രമാണ് പണ്ഡിത സംഘടനകൾക്കും മതസംഘടനകൾക്കും ഉണ്ടാകുന്നത്. അതവർ നിരന്തരമായിക്കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഒരളവോളം ഇത്തരം കപട വേഷധാരികൾ അല്ലെങ്കിൽ ചൂഷക വിഭാഗം അവരുടെ നിറഞ്ഞാട്ടത്തിന് ഒരു ഫുൾ സ്റ്റോപ്പെങ്കിലും ഉണ്ടാവാൻ പല ഭാഗത്തും സാധിക്കുന്നത് ഈ ബോധവൽക്കരണങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ആശ്മി, നമുക്കറിയാം, തികച്ചും അന്ധവിശ്വാസങ്ങളുടെ ഒരു കലവറയാണ് സമൂഹത്തിൽ ഇന്ന് ചിലർ മതത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റേത് മാത്രമല്ല, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുമ്പാണ് കുഞ്ഞിൻ്റെ മുലപ്പാൽ പോലും തടയുന്നത് മതവിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു പണ്ഡിതൻ തൻ്റെ ഭാര്യയുടെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ തൻ്റെ ഭാര്യയുടേതല്ല മറ്റൊരു സ്ത്രീയുടെ, ചികിത്സയ്ക്ക് വേണ്ടി വന്നൊരു സ്ത്രീയുടെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ പാടില്ല എന്ന കുഞ്ഞിൻ്റെ മൗലിക അവകാശത്തെ പോലും തടയുന്ന വിധത്തിലേക്ക് ചില ആത്മീയ ചികിത്സക്കാർ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. ഇതുപോലെ തന്നെ ചർച്ച ആ സമയത്തും ഉണ്ടായിട്ടുണ്ട്. അന്നും നമ്മൾ നിലപാട് കൃത്യമായി കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പഴുതടച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് കൊണ്ടുവരേണ്ടത്. അന്ധവിശ്വാസങ്ങൾ എന്ന വിധത്തിലുള്ള സമൂഹം മൊത്തം അംഗീകരിക്കുന്ന, ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും സംഘടനകൾ പക്ഷം ചേർത്തുകൊണ്ട് ആരോപിക്കുന്ന അന്ധവിശ്വാസങ്ങളല്ല, മതപരമായ പ്രാമാണികമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അന്ധവിശ്വാസങ്ങളാണെന്ന് ഇവിടുത്തെ പണ്ഡിത സഭകൾ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ ഗവൺമെൻറ് മുഖവിലക്കെടുത്തുകൊണ്ട് ഇത്തരം അനാചാരങ്ങളും അതുപോലെ തന്നെ ചൂഷക വിഭാഗം മതത്തെ കൂട്ടിപ്പിടിച്ചു നടക്കുന്ന നിലപാടുകളെയും തികച്ചും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂച്ചുവിലങ്ങിടേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഇദ്ദേഹം രക്തസ്രാവം ഉണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല. രക്തസ്രാവം അതായത് നോക്കി നിന്നു. എന്നിട്ടും അദ്ദേഹം ഡെഡ് ബോഡി, മയ്യത്ത് ജീവനുണ്ടെന്ന വ്യാജേന മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലേക്ക് ആംബുലൻസിൽ കടത്തി എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വളരെ ബോധ്യത്തോടുകൂടി പറയട്ടെ, കൊലക്കുറ്റത്തിന് അയാൾക്ക് കേസെടുക്കേണ്ടതാണ്. ഇത് അയാൾ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ കൊലക്കുറ്റത്തിന് അയാൾ കേസെടുത്ത് അയാളെ ജയിലിലടക്കുകയും അതിൻ്റെ നിയമ നടപടികളുമായി കൊണ്ട് മുന്നോട്ട് പോകണം. ഇത് വളരെ കൃത്യം തന്നെയാണ്. കാരണം ഇതുപോലെയുള്ള ആളുകൾ അഴിഞ്ഞാടുന്നത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ഇവിടെ മരണങ്ങൾ സ്വാഭാവികമാണ്. അക്യുപഞ്ചറിൻ്റെ ഭാഗത്തോളം അക്യുപഞ്ചറിൻ്റെ ഒരു വ്യക്തി ടെലിഫോണിൽ ഇവിടെ സംസാരിക്കുന്നത് കേട്ടു. അക്യുപഞ്ചർ ഇതിന് ഉത്തരവാദിയല്ല. അക്യുപഞ്ചർ ഉത്തരവാദിയല്ല എന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കിൽ കൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ചുകൊണ്ട് കൂടുതൽ പഠിച്ചിട്ടില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ പ്രസവ ചികിത്സാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ പ്രസവാനന്തര കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അക്യുപഞ്ചറിനെ ബാധിക്കുന്നില്ലെങ്കിൽ, ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വീട്ടിൽ പ്രസവം നടത്തുന്നതിനെ പർവ്വതീകരിച്ച് അതിന് വലിയൊരു അവാർഡ് കൊടുത്ത് അതിന് കിരീടം നൽകി ആദരിക്കേണ്ട കാര്യം എന്താണുള്ളത്? ഇപ്പോൾ പ്രസവം വീടുകൾ നടക്കുന്നത് പൂർവ്വ കാലഘട്ടത്തിലാണ്. നേരത്തെ ആശിമാർ പറഞ്ഞിട്ടുണ്ടല്ലോ, പഴയ കാലഘട്ടങ്ങളിലൊക്കെ പ്രസവങ്ങൾ ആശുപത്രിയിലാണോ നടക്കുന്നത്? പഴയ കാലഘട്ടങ്ങളിൽ ഒരു കിഡ്നി പേഷ്യൻ്റ് ഉണ്ടായാൽ കിഡ്നി മാറ്റിവെക്കൽ സംവിധാനം ഉണ്ടായിരുന്നില്ല. ആ രോഗി ചെയ്യാറുള്ളത് മരിച്ചു പോവുകയാണ്. കരൾ മാറ്റിവെക്കൽ സംവിധാനം പണ്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ കണ്ടുവരുന്നത് ആ രോഗി മരിച്ചു പോവുകയാണ്. അതുപോലെ ആശുപത്രികളില്ലാത്ത കാലഘട്ടത്തിൽ, വൈദ്യശാസ്ത്രം വളരാത്ത കാലഘട്ടത്തിൽ ഒരുപാട് ഗുഹാവാസികളായിരിക്കുന്ന സ്ത്രീകളും പ്രസവിക്കുന്നുണ്ട്. അവർ ഗുഹയിലാണ് പ്രസവിക്കുന്നത്, അവർ ആശുപത്രിയിൽ പോയിട്ടല്ല. ഇപ്പോൾ ജർവകളുണ്ട് അന്തമാൻ ദ്വീപിൽ, ജർവകൾ സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട്. അത് മനുഷ്യ സ്ത്രീകളാണ്. ഈ പ്രസവങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴും നിരവധി ജർവ കുട്ടികൾ മരിച്ചു പോകുന്നുണ്ട്. ഗുഹാവാസികളായ കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മരണം ധാരാളമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നേരത്തെ കണക്ക് പറഞ്ഞതുപോലെ 1000-1 കുട്ടി വീതം മാത്രമേ ഈ പ്രസവാനന്തരം പ്രസവ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മരണം റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രം വളർന്നു. ആ വൈദ്യശാസ്ത്രം വളർന്നതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നു. കിഡ്നി രോഗികൾ മരിച്ചു പോകുന്നില്ല. അവർക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ട് നിരവധി കാലം ജീവിക്കാൻ സാധിക്കുന്നു. കരൾ മാറ്റിവെക്കൽ സംവിധാനത്തിന് ഇവിടെ സംവിധാനങ്ങൾ ഒരുക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ്. ഈ വളർച്ച പ്രകൃതിപരമാണ്. അതിൻ്റെ കൂടെയാണ് മതമുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ളത് രോഗം തരുന്നത് തമ്പുരാനാണ്, അള്ളാഹുവാൻ.
ആ റബ്ബ് തന്നെ ലോകത്ത് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ചികിത്സാ രീതികൾ, ശാസ്ത്രവും അതുപോലെ തന്നെ അലോപ്പതിയും വൈദ്യശാസ്ത്രവും കാര്യങ്ങളൊക്കെ തന്നെ പുരോഗതിയിലേക്ക് കൊണ്ടുവരണം എന്നു തന്നെയാണ്. അടിസ്ഥാനപരമായി ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അവിസന്ന എന്ന് പറയുന്ന ഇബ്നു സീനയാണ്. ഇബ്നു സീന കൊർഡോവ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു മാറ്റമുണ്ട്. കൊർഡോവ എന്ന യൂറോപ്യൻ സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പോലും വിശേഷിപ്പിക്കപ്പെടുന്ന വിധത്തിലേക്ക് ശാസ്ത്രത്തെയും വൈദ്യശാസ്ത്രത്തെയും വികസിപ്പിച്ചു കൊണ്ടുവരുന്ന പദമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഇത്തരം കപടന്മാർ മനുഷ്യനെ കൊല്ലുന്ന പ്രവണത തടയാൻ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കുകയാണ് വേണ്ടത്. ഇതിവിടെ മാത്രമല്ല, ഇത്തരം ആത്മീയ ചികിത്സാ രീതികളുടെ മറ പിടിച്ചുകൊണ്ട് മതത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇവിടെ മാത്രമല്ല, യൂട്യൂബ് ചാനലുകളിലും ഈ പറയുന്ന അക്യുപഞ്ചർ അക്കാഡമിയുടെ ആ വീഡിയോ ഒക്കെ ഇട്ടാൽ തന്നെ ചില ഇസ്ലാമിക സൂക്തങ്ങളൊക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചില ഖുർആൻ സൂക്തങ്ങളൊക്കെ ഇടാം. എന്തിനായിട്ട് ആർക്കറിയാം? അപ്പോൾ അവർ മതത്തെ മറയാക്കുകയാണ്. താങ്കൾ നന്നായി പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ